നമുക്ക് ഉരുളക്കിഴങ്ങ് കൊണ്ടൊരു 4 മണി പലഹാരം ഉണ്ടാക്കിയാലോ? നമ്മുടെ വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. കുക്കറിൽ വേവിച്ച് വെച്ച 3 ഉരുളക്കിഴങ്ങ്, 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, 1 കപ്പ് കോൺഫ്ലവർ, ഒരു ചെറിയ തണ്ട് കറിവേപ്പില. ഈ ഉരുളക്കിഴങ്ങിനെ നന്നായി ഉടച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു സ്റ്റീൽ ബൗൾ എടുത്തിട്ടുണ്ട്. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങിനെ സ്ലൈസ് ചെയ്തെടുക്കാം. നമ്മളിവിടെ 3 ഉരുളക്കിഴങ്ങിനെ നമ്മൾ സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കൈകൊണ്ട് നല്ലതുപോലെ ഉടച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടെ നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതുപോലെ ഈ പരുവത്തിലേക്ക് നമ്മൾ മാവിനെ കുഴച്ച് വയ്ക്കണം. ഇനി കയ്യിലൊന്ന് ചെറുതായിട്ടൊന്ന് ഓയിൽ പുരട്ടിയിട്ട് നമുക്കിതിനെ നമ്മുടെ ഇഷ്ടപ്പെട്ട ഷേപ്പിന് ചെറിയ ഉരുളകളായിട്ട് നമുക്കിതിനെ പുരട്ടിയെടുക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന വളരെയധികം നല്ലൊരു 4 മണി പലഹാരമാണ് ഇത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്സ് ആണ്. ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളിവിടെ എല്ലാം ചെറിയ ബൗളുകളായിട്ട് ഉരുട്ടി വെച്ചിട്ടുണ്ട്. നല്ലത് കാണാൻ ഇപ്പൊ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ? നമുക്കിതിനെ വറുത്തെടുത്തിട്ട് വരാം. ഓരോ ഉരുളകൾ നമുക്കിട്ട് കൊടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതിനെ മറിച്ചും തിരിച്ച് വറുത്ത് കോരിയെടുക്കാം. നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഇനി കോരിയെടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് വളരെയധികം ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇതുപോലെ വ്യത്യസ്തമായ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.